രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൻ്റെ എക്കണോമിക്സ് അതിലെ മാക്രോ എക്കണോമിക്സിൽ പാർട്ട് സെക്കൻഡിലെ മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഈ പാഠത്തിൽ വരുന്നത്. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം, അതിൻ്റെ ചില സൂചകങ്ങളെ, അതിൻ്റെ ചില പദങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ GDP, GNP, NDP, NNP ഇതൊക്കെ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം, അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ടേംസ് ആണെങ്കിൽ പോലും എക്കണോമിക്സ് പല ആൾക്കാർക്കും ടഫായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ തുല്യതാ കോഴ്സിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടല്ലാതെ നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ക്ലാസ്സാണ് നമ്മൾ നോട്ടിൻ്റെ സഹായത്തോടുള്ള ക്ലാസ്സാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ പരീക്ഷയ്ക്ക് കുറഞ്ഞ സമയമുള്ളൂ, ആ രീതിയിൽ പഠിക്കുക. ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ആണ് ഇതുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട ആൾക്കാർക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഈ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അവർക്കത് നോക്കാം. ഓക്കെ. അപ്പോൾ നാഷണൽ ഇൻകം ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദി മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് നാഷണൽ ഇൻകം. വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഒരു രാജ്യത്ത് നിശ്ചിത സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും പണമൂല്യമാണ്, മണി വാല്യൂ ആണ്. ഓക്കെ, ദേശീയ വരുമാനം. ഇതിൽ അന്തിമ സാധനങ്ങൾ എന്ന് വന്നിട്ടുണ്ട്, ഫൈനൽ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് അന്തിമ സാധനങ്ങൾ, എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ അന്തരാള സാധനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അന്തരാള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കോൾഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. മറ്റൊരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂല്, അതുപോലെ തന്നെ വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിമൻറ്റ് കല്ല്, ഇതെല്ലാം ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അതായത് മറ്റൊരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അതാണ് അന്തരാള ഉൽപ്പന്നങ്ങൾ എന്നുള്ളത്. ചില ടേംസുകൾ നമ്മൾ പഠിക്കണം ആദ്യം. ദെൻ ഫൈനൽ ഗുഡ്സ്, നമ്മൾ നാഷണൽ ഇൻകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ ഗുഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. Then final goods means goods used for the final consumption, not again subject to the process of production. Okay, അപ്പോൾ അന്തിമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അന്തിമ ഉപഭോഗത്തിന്, കൺസംഷന് വേണ്ടി, ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ, അത് ഇനിയൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് അതെന്ത് ചെയ്യുന്നില്ല, വിധേയമാകുന്നില്ല. അതുപോലെ തന്നെ സൈക്കിൾ, ബാഗ്, ഇതൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ദെൻ അതുപോലെ തന്നെ അടുത്തതാണ് മൂലധന വസ്തുക്കൾ. മൂലധന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും വീണ്ടും ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ. ഉദാഹരണത്തിന് യന്ത്രോപകരണങ്ങൾ, റോഡുകൾ, ഫാക്ടറികൾ, ട്രക്കുകൾ, ഇതെല്ലാം ഉൽപ്പാദന പ്രക്രിയയ്ക്ക് വീണ്ടും അത് വിധേയമാവുന്നില്ല, പക്ഷെ മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഗുഡ്സ് ഓൺസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഫോർ ദ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ. ദെൻ കൺസംഷൻ ഗുഡ്സ് ഉണ്ട്, ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി. ദേ ആർ ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അതായത് ഉപഭോഗ വസ്തുക്കൾ, റെഡി ടു കൺസ്യൂം ആണ്. റെഡി ടു കൺസ്യൂം നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഉപഭോക്താവ് നേരിട്ട് ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ. ഇവ ഡ്യൂറബിളും അതുപോലെ തന്നെ നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ളതുണ്ട്. അതായത് ഈടുള്ളത്, അതായത് കമ്പ്യൂട്ടർ, TV, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. പക്ഷേ കൺസ്യൂമർ ഗുഡ്സിന് മറ്റൊരു ഇതാണ് നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള, പാല്, പച്ചക്കറി പെട്ടെന്ന് കേടുവന്നു പോകുന്ന അല്ലെങ്കിൽ
അത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കളായിട്ടുള്ള. അപ്പോൾ ഇതിൽ ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും എന്താണ് അത് നോക്കി വെക്കണം എന്നുള്ളതാണ്. ദെൻ കൺസപ്ഷൻ ഗുഡ്സ് നമ്മൾ പറഞ്ഞു. ദെൻ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺസംഷൻ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് വാട്ട് ഇസ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്നുള്ളത്. എന്താണ് സ്റ്റോക്സ് ചോദ്യം വരും, എന്താണ് ശേഖരം, എന്താണ് പ്രവാഹം എന്നുള്ളത്. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് സ്റ്റേറ്റിക് കൺസെപ്റ്റ്, നോട്ട് എ ടൈം ലിമിറ്റ്. ഓക്കെ, ഒരു നിശ്ചിത സമയബിന്ദുവിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ചരങ്ങളുടെ ചരങ്ങളുടെ ആണ് നമ്മളെന്ത് പറയുന്നത്, ശേഖരം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ് ചരം എന്ന് പറയുന്നത്. ഓക്കെ, കഴിയുന്ന ചരത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ ഉദാഹരണത്തിന് പണത്തിൻ്റെ പ്രധാനം, അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപം, ധാന്യശേഖരം, സമ്പത്ത്, ഒരു തടാകത്തിലെ ജലം, ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും അറ്റ് ദ റൈറ്റ് ടൈം. ഇപ്പോൾ അത് റൈറ്റ് നൗ എത്രയുണ്ട് ബാങ്ക് നിക്ഷേപം, എത്രയുണ്ട് നമ്മുടെ പണത്തിൻ്റെ പ്രധാനം എത്രയുണ്ട്, അതുപോലെ തന്നെ ധാന്യശേഖരം, നമ്മുടെ കരുതൽ ധാന്യശേഖരം എത്രയാണ്, നമ്മുടെ സമ്പത്ത് എത്രയാണ്, അതുപോലെ തന്നെ ഒരു പോണ്ടിലുള്ള തടാകത്തിലുള്ള വെള്ളം എത്രയാണ്, ഒരു ടാങ്കിലുള്ള വെള്ളം എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അളന്ന് കിട്ടും. അതേ സമയത്ത് ഫ്ലോ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ദാറ്റ് മെഷേർഡ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ടൈം പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളന്ന് തിട്ടപ്പെടാൻ പറ്റുള്ളത്. ഓക്കെ, അപ്പോൾ നിശ്ചിത കാലയളവ് വേണം, 2011 മുതൽ 2022 വരെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ആണെങ്കിൽ അറ്റ് ദ റൈറ്റ് മൊമെന്റ് 2022 എത്രയാണ്, ജനുവരി 1 എത്രയാണെന്നുള്ളത് നമുക്ക്. പക്ഷേ കൃത്യമായിട്ട് നമുക്കൊരു ടൈം പോയിന്റ് ഓഫ് വ്യൂ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളന്ന് തിട്ടപ്പെടുത്താൻ നമ്മുടെ പ്രവാഹത്തിന് കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു നദിയിലൂടെ വെള്ളം ഒഴുകി പോകണം, അതിനെ ഒരു പ്രവാഹമായിട്ട് നമുക്ക് ആക്കാം. അപ്പോൾ ആ നദിയിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു 2 സൈഡ് കെട്ടിയിട്ട് ആ 2 കെട്ടിൻ്റെ ഇടയിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. ഓക്കെ, അതാണ് 2 ടൈം പീരീഡ് ആയിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് 2021 to 2022 ഈ ഡ്യൂറേഷനിൽ ഉണ്ടായിട്ടുള്ള കയറ്റുമതി എത്ര, ഇറക്കുമതി എത്ര, വായ്പകൾ എത്ര, ഉപഭോഗം എത്ര, ചെലവ്, അതുപോലെ തന്നെ മൂലധന സ്വരൂപീകരണം എങ്ങനെ എത്രയാണ്, ഇതൊക്കെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം. ഒരു ടൈം പീരീഡിൽ വെച്ചിട്ട് അളന്ന് തിട്ടപ്പെടുത്താം. ഇതിനെ പറയുന്ന പേരാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. എ വേരിയബിൾ ദാറ്റ് ഇസ് മെഷേർഡ് ഇൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ഡൈനാമിക് കൺസെപ്റ്റാണ്. ഓക്കെ, അത് ഒരു എന്താണ്, നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ചരങ്ങളെയാണ്. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഈ പാഠത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ പാഠത്തിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇൻവെൻട്രി എന്താണെന്നുള്ളത് ചോദിക്കും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് കൈമാറുന്ന വിൽക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളെയാണ്. അതുപോലെ തന്നെ വിൽക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഭാഗികമായിട്ട് പൂർത്തിയായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് പറയും, ഇൻവെൻട്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവെൻട്രിയുടെ ടേംസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. ഇൻവെൻട്രി അക്യുമുലേഷൻ ഉണ്ട്, ഇൻവെൻട്രി ഡിക്യുമുലേഷൻ ഉണ്ട്, പ്ലാൻഡ് ഇൻവെൻട്രി അക്യുമുലേഷൻ വരുന്നുണ്ട്, അൺപ്ലാൻഡ് ഇൻവെൻട്രി അക്യുമുലേഷൻ വരുന്നുണ്ട്, ദെൻ പ്ലാൻഡ് ഇൻവെൻട്രി ഡിക്യുമുലേഷൻ വരുന്നുണ്ട്, അൺപ്ലാൻഡ് ഇൻവെൻട്രി ഡിക്യുമുലേഷൻ വരുന്നുണ്ട്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിയിട്ട് പോകണം. ഈ നോട്ട്സിൽ അതില്ല, അതും കൂടി ഒന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ പിക്ചോറിയൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ് എമംഗ് ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി. അതായത് സമ്പദ് വ്യവസ്ഥയിലെ ചില മേഖലകൾ, വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും ഒരു ചാക്രിക വക്രം അല്ലെങ്കിൽ ചിത്രരൂപമാണ് ഇത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അതുപോലെ വരുമാനത്തിലെ ചാക്രിക പ്രവാഹം എന്നുള്ളത്. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. സാധാരണഗതിയിൽ 2 കുടുംബം, അതുപോലെ തന്നെ ഫേംസ് ഹൗസ് ഹോൾഡ് ഫേംസ് ആണ് സങ്കല്പിക്കുകയാണ്. നമ്മുടെ വിപണിയിൽ സമ്പദ് വ്യവസ്ഥയിൽ 2 ഇതാ ഉള്ളൂ, 2
മേഖലയേ ഉള്ളൂ, 2 മേഖലയേ ഉള്ളൂ. ഒന്ന് ഹൗസ് ഹോൾഡും ഒന്ന് ഫേംസും. അതായത് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്. ഈ ഹൗസ് ഹോൾഡിൽ നിന്നാണ് ഫേമിലേക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ്, ലേബർ, അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നുള്ളത് കൊടുക്കുന്നത്. അതിന് തിരിച്ച് പകരമായിട്ട് ഹൗസ് ഹോൾഡിന് ഫേംസ് നൽകുന്നതാണ് ലാൻഡിന് റെൻറ്റ് കൊടുക്കുന്നു, ലാൻഡിന് പാട്ടം കൊടുക്കുന്നു. ദെൻ തൊഴിലാളിക്ക്, ലേബറിന് എന്താ കൊടുക്കുന്നു? വേജ് കൊടുക്കുന്നു. ദെൻ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് കൊടുക്കുന്നു ഫേംസിലേക്ക്. അതിൻ്റെ റിട്ടേൺസ് ഹൗസ് ഹോൾഡിന്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുള്ള റിട്ടേൺസ് ഹൗസ് ഹോൾഡിന്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു വീട്ടിൽ നിന്നാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടുടമസ്ഥൻ്റേതായിരിക്കും ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ഭൂമിയോ അല്ലെങ്കിൽ ഒരു കടമുറിയോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അയാൾക്കാണ് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഒരു തൊഴിലാളി ഒരു വീട്ടിലെ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ മുടക്കിയിട്ടുള്ള ആൾ, അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ, അത് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു വീട്ടിൽ നിന്നാണത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കും, ഫേമിൽ നിന്ന് അതിൻ്റെ റിട്ടേൺ ഹൗസ് ഹോൾഡിലേക്കും വരുന്നു എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു? കുടുംബങ്ങൾ സാധനങ്ങളും മറ്റും ഫേംസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നു, പേയ്മെൻറ്റ്സ് അഥവാ സ്പെൻഡിങ് കൊടുക്കുന്നു. കുടുംബങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക? വാങ്ങുന്നതിനുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ചിലവ്, സ്പെൻഡിങ് കൊടുക്കുന്നു. അതിന് തിരിച്ചായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും കുടുംബത്തിന് ഫേംസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സർക്കുലർ ഫോം ഓഫ് ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ളത്. ആ രീതിയിൽ മനസ്സിലാക്കുക. ദെൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. നേരിട്ട് ഇതാണ് പറയുന്നത്, കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല. ദെൻ എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അളക്കുന്ന രീതികളാണ് പറയുന്നത്. 3 മെത്തേഡിലാണ്, വേരിയസ് മെത്തേഡ് ഫോർ മെഷറിങ് നാഷണൽ ഇൻകം. 3 മെത്തേഡുകളാണുള്ളത്. ഉൽപ്പന്ന രീതി, അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് അല്ലേ, പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതായത് പ്രൊഡക്ഷൻ ഉൽപ്പന്ന രീതി, ദെൻ ഇൻകം മെത്തേഡ് വരുമാന രീതി, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതായത് ചെലവ് രീതി അല്ലേ, വരുമാന രീതി, ചെലവ് രീതി എന്നിവയാണ് 3 രീതികൾ. അപ്പോൾ ഇത് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള വിവിധ രീതികൾ വിശദമാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ടേബിൾ ഓഫ് ഒരു കാര്യങ്ങൾ തന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദേശീയ വരുമാനം അതുപോലെ തന്നെ ഓരോ രീതിയിൽ പ്രൊഡക്ഷൻ മെത്തേഡിലും ഇൻകം മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ദേശീയ വരുമാനം കാണുന്ന രീതി നമ്മൾ വിവരിച്ചു കൊടുക്കുക. 8 മാർക്ക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ്, ഫസ്റ്റ് പ്രൊഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ ഇതിനെ പറയും. ഓക്കെ, ദേശീയ ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത ഉൽപ്പന്ന രീതി എന്നുള്ളത്. അപ്പോൾ GDP എന്നുള്ളത് എന്തായിരിക്കും? GDP എന്നുള്ളത് എന്താണ്? നാഷണൽ ഇൻകം ക്യാൻ ബി മെഷേർഡ് ബൈ ആഡിങ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓൾ ദ പ്രൊഡക്ഷൻ. ഉൽപ്പന്ന രീതിയെ കൂട്ടിച്ചേർത്ത മൂല്യ രീതി എന്നാണ് വിളിക്കാറുള്ളത്. ഈ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളെയും കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ അന്തിമ സാധനങ്ങളുടെ മൂല്യമാണ് കണക്കാക്കുന്നത്. GDP നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കൂട്ടിച്ചേർത്ത മൂല്യം ഇങ്ങനെ കൂട്ടി പോകുന്ന രീതിയാണെന്ന് മനസ്സിലാക്കുക. GDP എന്നുള്ളത് ഗ്രോസ് വാല്യൂ ആഡഡ് 1, പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 അങ്ങനെയാണെന്ന് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ n നമ്പർ ഓഫ്, അതായത് അനന്തമായിട്ടുള്ള നമ്പേഴ്സാണ്, n നമ്പർ ഓഫ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് GDP എന്നുള്ളത് സിഗ്മ, ദ സം നമ്പർ ഓഫ് എന്നുള്ള രീതിയിൽ സിഗ്മ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏത്? GDP സിഗ്മ n i = 1 GVAI എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ആ രീതിയിൽ, കാരണം എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ഇക്വേഷൻ ഒന്ന് മനസ്സിൽ പകർത്തി വെക്കുക. ദെൻ രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ചെലവ് രീതി എന്നാണ് പറയുന്നത്. ഈ രീതി അനുസരിച്ച്
ദേശീയ വരുമാനം ആഭ്യന്തര പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കുടുംബം, സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, ബാഹ്യമേഖല എന്നിവരുടെ അന്തിമ ചെലവാണ്. അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ്, ദേശീയ വരുമാനം കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദി കൺട്രി. Then this is expenditure of household, firms, government and rest of the world incurred purchase final goods produced all firms in the domestic territory എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് GDP എന്നുള്ളത് എങ്ങനെ എഴുതും? C+I+G+X- M എന്നുള്ളത്. C എന്നുള്ളത് കൺസംഷനെയും, I എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിനെയും, G എന്നുള്ളതിന് ഗവൺമെൻറ്റിനെയും, X-M എന്നുള്ളത് എക്സ്പോർട്ട് ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം ആഭ്യന്തര പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് കുടുംബം, സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, ബാഹ്യമേഖല എന്നിവയുടെ അന്തിമ ചെലവുകളാണ്. GDP എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഒന്ന് അന്തിമ ഉപഭോഗ ചെലവ്, അതിന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ C ആയിട്ടും, അന്തിമ നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് I ആയിട്ടും, ദെൻ ഗവൺമെൻറ് ചെലവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിന് G ആയിട്ടും, അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട് അതായത് X-M എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഇത് ആയിട്ട് നമ്മൾ ദേശീയ വരുമാനം കാണുന്ന രീതിയാണ്. അപ്പോൾ ഈ മെത്തേഡ് വെച്ചുള്ള ആ ഒരു സൂത്രവാക്യം നിങ്ങൾ പഠിച്ചു വെക്കുക, മൈൻഡിലാക്കുക. ദെൻ തേർഡ് വൺ ഈസ് ഇൻകം മെത്തേഡാണ്. Income method. Under this method, national income is calculated by adding together all factors of income received by the owner of the factors of production such as land, labor, capital, entrepreneurship in the domestic economy in the forms of wage, rent, interest and gross profit. അപ്പോൾ ഈ രീതിയിലാണ്, അതായത് നമ്മൾ ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള ലാൻഡ്, ലേബർ, ദെൻ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റർപ്രണർഷിപ്പ് എന്താണെങ്കിലും അത് വെച്ചിട്ട് GDP കണക്കാക്കുന്നതാണ്. അപ്പോൾ ഉൽപ്പാദന ഉപാധികൾക്ക് നമ്മൾ പ്രതിഫലം വരുമാനം നൽകിയിട്ടുണ്ടാവും. ഘടക സേവനങ്ങൾക്ക് ഘടക വരുമാനം കൊടുത്തിട്ടുണ്ടാവും. ലാൻഡിന് എന്ത് കൊടുത്തു? റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ലേബേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? വേജ് കൊടുത്തിട്ടുണ്ടാവും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ എൻ്റർപ്രണർഷിപ്പിന് അല്ലെങ്കിൽ സംഘാടന ഓർഗനൈസേഷന് പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം, W വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ രീതിയിൽ ദേശീയ വരുമാനം കാണുന്നതിനെയാണ് വരുമാന രീതി. ഓക്കെ, ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം എന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള പ്രയത്നം, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫല വേതന അഥവാ പാട്ടം, പലിശ, അതുപോലെ തന്നെ വേതനം, പാട്ടം, പലിശ, ലാഭം എന്നിവ വരുമാനങ്ങൾ കൂട്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ദെൻ അത് അപ്പോൾ മൂന്നിലുള്ള ഒരു ഇക്വേഷൻസ് നോക്കുക. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇൻകം മെത്തേഡ് വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതിനെ കൂട്ടുന്നതാണ്. GDP എന്ത് ചെയ്യുക? സിഗ്മ-N. ഓക്കെ, I is equal to 1 GVA എന്നുള്ള രീതിയിൽ ഈ രീതിയിലുള്ള ഈ ഒരു ഇക്വേഷൻസ് കറക്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ചില സ്ഥൂല സാമ്പത്തിക സമവാക്യങ്ങളാണ്. ഗ്രോസ് ഡൊമൈൻ GDP എന്നാൽ എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ്. GDP എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത്, അല്ലേ, ഇന്ത്യയുടെ ഉള്ളിൽ ആഭ്യന്തര പ്രദേശത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ, ഒരു എക്കണോമിക് ഇയറിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ ഫൈനൽ ഗുഡ്സ് ആണ്. നോട്ട് ഇൻ്റർമീഡിയറ്റ് അല്ല, ഫൈനൽ ഗുഡ്സ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പണാത്മകമായിട്ടുള്ള പണമൂല്യത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ദെൻ GDP മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പോളത്തിലെ വർത്തമാന വിലയുടെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുന്നതിനെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് കറൻറ്റ് മാർക്കറ്റിലെ പ്രൈസ് അനുസരിച്ച് GDP കണക്കാക്കുന്നതിനെയാണ് GDP മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് GDP
മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? NIT അല്ലേ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ GDP ഫാക്ചർ കോസ്റ്റ് നമുക്ക് ലഭിക്കും. GDP ഫാക്ചർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളതാണ്. എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് അറിയാത്തവരുണ്ടോ? എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ്? പരോക്ഷ നിധികൾ എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലേ. അത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് അതിൽ നിന്ന് സബ്സിഡികൾ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ടാക്സ് എന്നുള്ളത് ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനമാണ്. സബ്സിഡി എന്നുള്ളത് ഗവൺമെൻറ് ഫേംസിന്, അതായത് സ്ഥാപനങ്ങൾക്ക്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യമാണ് സബ്സിഡികൾ എന്നുള്ളത്. അപ്പോൾ കിട്ടിയതിൽ നിന്ന് കൊടുത്തത് കുറച്ച് ലാസ്റ്റ് വരുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, പരോക്ഷ നികുതി എന്ന് പറയും. ഓക്കെ, ഇനി നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് NDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെ ആഭ്യന്തര പ്രദേശത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ നമുക്ക് NDP കിട്ടും. അഥവാ GDPയിൽ നിന്ന് NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തേയ്മാന ചെലവ്. ഡിപ്രീസിയേഷൻ ചെലവ് എങ്ങനെ കുറക്കാന്ന്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവും കാലാന്തരത്തിൽ അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഉദാഹരണത്തിന് തേയ്മാന ചെലവ് കണ്ടെത്തുന്നതിന് ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു മെഷീൻ വാങ്ങി, അതിന് ഏകദേശം 50,000 രൂപ ആയി. ആ മെഷീന് നമ്മൾ 10 വർഷമാണ് ഉപയോഗിച്ചത്. ഓക്കെ, 10 വർഷമാണ് ഉപയോഗിച്ചത്. ആ മെഷീന് നമ്മൾ ഉപയോഗിച്ചത് 10 വർഷമാണ്. 10 വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 50,000 അല്ലേ, 10 കൊണ്ട് അത് അരിച്ചാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഡിപ്രീസിയേഷൻ. ഓരോ വർഷത്തിലും നമുക്ക് 5,000 രൂപയുടെ തേയ്മാന ചെലവ് ആ മെഷീനുണ്ട്. ഇങ്ങനെയാണ് തേയ്മാന ചെലവ് കണ്ടെത്തുക. അപ്പോൾ NDP എങ്ങനെ കണ്ടെത്തുക? NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. ദെൻ NDP ഫാക്ടർ കോസ്റ്റ് ആണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപാദന ഘടകങ്ങൾക്ക് പാട്ടം, വേതനം അഥവാ റെന്റ്, അതുപോലെ തന്നെ വേജ്, ഇൻട്രസ്റ്റ്, ലാഭം, പ്രോഫിറ്റ് എന്നിങ്ങനെ ഘടക ചെലവുകളായിട്ട് ലഭിക്കുന്ന ആകെ വരുമാനമാണ് NDP ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ NDP ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത് ഈസ് ഈക്വൽ ടു NDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് അല്ലേ, അതിൽ നിന്ന് NDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് ടാക്സസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NDP ഫാക്ടർ കോസ്റ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ദെൻ GNPൻ്റെ അടുത്തൊരു ടേമാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ്. രാജ്യത്തിൻ്റെ GDPയോട് വിദേശത്തു നിന്നുള്ള നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം ചേർത്താൽ GNP ലഭിക്കും. അപ്പോൾ GNP ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ GDP പ്ലസ് നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ്, വിദേശത്തു നിന്ന് ലഭിച്ച ഘടക വരുമാനം, വിദേശത്ത് കൊടുത്തിട്ടുള്ള ഘടക സേവനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സേവനങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന വരുമാനമാണ് നെറ്റ് ഫാക്ടർ ഇൻകം. അത് നമ്മൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ആണ്ട് കൊടുത്തതും ഇങ്ങോട്ട് വാങ്ങിയതുമായിട്ടുള്ളത് കൂട്ടി കഴിച്ചാലാണ് നെറ്റായിട്ടുള്ളത്, അറ്റമായിട്ടുള്ളത് കിട്ടത്. ഓക്കെ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് വിദേശത്തിലേക്ക് ഒരു 1000 കോടി രൂപയുടെ നെറ്റ് ഫാക്ചർ ഇൻകം പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം, 1000 കോടിയുടെ. ദെൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് 500 കോടിയുടെയാണ്. അപ്പോൾ നമ്മുടെ നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ് മൈനസിലാണ്, -500 ഇവിടെ നിന്നാണ് കൂടുതലാണ് പോയിട്ടുള്ളത്, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കൂട്ടിയാൽ GDPയുടെ കൂടെ നെറ്റ് ഫാക്ചർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് GNP എന്നുള്ളത് കിട്ടും. ഓക്കെ, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്
നമ്മൾ സാധാരണ പറയും ഇത് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടില്ല. NNP എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനയുടെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ്. അപ്പോൾ NNP എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. NNP എന്ന് പറഞ്ഞാൽ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച്, തേയ്മാന ചെലവ് കുറച്ചാൽ NNP കിട്ടും. അപ്പോൾ ഓരോന്ന് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ജസ്റ്റ് എല്ലാതും കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ദെൻ ലാസ്റ്റ് ടു NNP ആയിട്ട് ഫാക്ടറി കോസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു സാമ്പത്തിക ഇതും നേരത്തെ ടേംസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ നോക്കാനുള്ളൂ. ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകാം. ഉൽപ്പാദന നികുതികളുണ്ട്. ഗവൺമെൻറ്റിലേക്ക് ഉൽപ്പാദനത്തിന് മേൽ ഈടാക്കുന്ന നികുതികളുണ്ട്. ഓക്കെ, ഉൽപ്പാദനത്തിന് മേലുണ്ടാക്കുക ഭൂനികുതി, രജിസ്ട്രേഷൻ നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ളത് നികുതികൾ പലതുണ്ട്. ഉൽപ്പന്ന നികുതിയുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ അളവിനനുസരിച്ച്, എക്സാമ്പിൾ എക്സൈസ് ടാക്സ് ഒക്കെ ഉൽപ്പാദന നികുതിയാണ്. ഇനി ഇതിലൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ളത് GDPയും ക്ഷേമവുമാണ്. ജനക്ഷേമത്തിന് സൂചികയായിട്ട് നമ്മുടെ GDPയിലുള്ള വളർച്ച നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ വളർച്ചയായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ GDPയുടെ വളർച്ചയുണ്ടായാലും ജനക്ഷേമം ഉണ്ടാക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. താഴെ പറയുന്ന സ്ഥിതികൾ വാദഗതികൾ ന്യായീകരിക്കുന്നു. അതായത് GDPയിൽ എത്ര കൊണ്ട് വളർന്നാലും നമ്മുടെ GDP അല്ലേ, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എത്ര കണ്ട് വളർന്നാലും നമ്മുടെ ജനക്ഷേമം ഉണ്ടാകണം എന്നില്ല. അതിനെ നിരത്തുന്നതിനുള്ള വാദഗതിയാണ്. വരുമാനത്തിലെ അസമത്വമുണ്ട്. നമ്മുടെ ജനങ്ങൾക്കിടയിൽ തുല്യ വരുമാന രീതിയല്ല, വിതരണമല്ല ഉണ്ടായത്. അതുപോലെ തന്നെ GDPയും ധനേതരമായിട്ടുള്ള ഇടപാടും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ GDPയും ഹാനികരമായിട്ട് വസ്തുക്കളും അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആകസ്മികതയും അതിൽ ചില അൺസർട്ടനിറ്റികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൽ നോക്കാനായിട്ടുള്ളത്. 18 മാർക്കാണ് ഈ പാഠത്തുനിന്ന് ചോദിക്കുന്നത്. ഇത് ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ്. കാരണം 2-3 മണിക്കൂർ എടുത്ത് ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള പാഠം. ഏറ്റവും